കേരളക്കാർക്ക് നഫീസ ബീവിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മക്കയിൽ ജനിച്ച നഫീസ ബീവി പിന്നീട് ഈജിപ്തിലേക്ക് എത്തുകയായിരുന്നു. ഈജിപ്തിലെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ വലിയ സന്തോഷത്തോടുകൂടിയാണ് നഫീസ ബീവിയെ സ്വീകരിച്ചത്. അവിടുന്ന് ബർക്കത്ത് വാങ്ങാനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനും ജനങ്ങൾ തടിച്ചുകൂടി. പിന്നീട് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം ജനങ്ങളായി. തന്റെ ഇബാദത്തിനെ ബാധിക്കുന്നു എന്ന ആശങ്ക നഫീസ ബീവിക്ക് വന്നു. തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ആളുകൾക്ക് സങ്കടമായി, ബേജാറായി. അന്നത്തെ രാജാവിനോട് കാര്യം പറഞ്ഞു. രാജാവ് പറഞ്ഞു പോകരുത് എന്ന്. നഫീസ ബീവി പറഞ്ഞു, എന്റെ ഇബാദത്തിനെ ബാധിക്കുന്നു. മാത്രവുമല്ല എത്രയും ആളുകൾക്ക് സൗകര്യം എന്റെ ഈ ചെറിയ വീട്ടിലില്ല. രാജാവ് സ്ഥലം കൊടുത്തു, വീടും കൊടുത്തു. ആഴ്ചയിൽ 2 ദിവസം ആളുകൾക്ക് കാണാനുള്ള സൗകര്യവുമാക്കി. ബാക്കി ദിവസം മുഴുവൻ ഇബാദത്തും. ആ സ്ഥലത്ത് നഫീസ ബീവി ഒരു ഖബർ കുഴിച്ചു. അതിലിരുന്ന് ആരാധനകൾ നിർവഹിച്ചു. പിന്നീട് ആ ഖബറിൽ തന്നെയാണ് നഫീസ ബീവിയെ മറവ് ചെയ്തത്. വഫാത്തിന് ശേഷം നഫീസ ബീവിയെ മറവ് ചെയ്യുന്നത് മക്കയിലേക്കാവണമെന്ന് ഭർത്താവ് ആഗ്രഹിച്ചു. പക്ഷേ ഈജിപ്തുകാർക്ക് അതിന് മനസ്സില്ലായിരുന്നു. ഇവിടെ തന്നെ നഫീസ ബീവിയെ മറവ് ചെയ്യണമെന്നായി. ഭർത്താവ് സമ്മതിച്ചില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഭർത്താവിന്റെ മനം മാറി. ഇവിടെ മറവ് ചെയ്യാമെന്നായി. കാര്യം അന്വേഷിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നലെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഇവിടെ മറവ് ചെയ്യാൻ. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈജിപ്തുകാർക്ക് സമ്മാനിച്ച മഹദിയാണ് നഫീസ ബീവി. അതുകൊണ്ട് തന്നെ നഫീസത്തുൽ മിസ്രിയ എന്ന പേരിൽ ലോകത്തിൽ അറിയപ്പെട്ടു. കേരളീയ സുന്നി വിശ്വാസികൾ അവരുടെ കുടുംബിനികൾക്ക് പ്രസവവേദന വരുമ്പോൾ നഫീസ മാല ചെല്ലാറുണ്ട്. അത് മുൻകാലങ്ങളിൽ തന്നെ തുടർന്നു വന്ന ഒരു പതിവാണ്. അള്ളാഹു അവരുടെയൊക്കെ തിരുനോട്ടം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ.